ഹായ് മൈഡിയേഴ്സ്, എല്ലാവർക്കും സുഖമാണോ? അപ്പൊ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ജിയോ ടെക്നിക്കൽ എഞ്ചിനീയറിംഗിലെ പാർട്ട് 11 ആണ്. അപ്പം ഇന്ന് ഫ്രൈഡേ ആയതുകൊണ്ട് തന്നെ അവസാനത്തെ ദിവസം എന്നും പറഞ്ഞുകൊണ്ട് ആരും ആക്റ്റീവായി ഇരിക്കാതിരിക്കരുത്, എല്ലാവരും ആക്റ്റീവായിട്ടിരിക്കണം. ഓക്കെ, അപ്പൊ ഇന്ന് എടുക്കുന്നത് വന്നിട്ട് കഴിഞ്ഞ ക്ലാസ്സിന്റെ ബാക്കിയാണ്. അപ്പം എന്തായാലും ഞാൻ ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. അപ്പം ഡിസ്കസ് ചെയ്യുന്നത് ക്ലേ സ്ട്രക്ചർ ആൻഡ് ക്ലേ മിനറോളജി ആണ്. Among the given soil, the specific surface area is highest for ഏതായിരിക്കും? കഴിഞ്ഞ ക്ലാസ് ഡിസ്കസ് ചെയ്തായിരുന്നു അല്ലെ? ഗ്രാവല് നല്ല വലിയ സൈസ് ഓഫ് സാൻഡ് പാർട്ടിക്കിൾ ആണ് അല്ലെ? സാൻഡ് പാർട്ടിക്കിൾ അല്ല, ഗ്രാവല് കുറച്ചുകൂടി വലിയ സൈസ് ഉള്ള സോയിൽ പാർട്ടിക്കിൾ ആണ്. സാൻഡ് എന്ന് പറഞ്ഞാൽ ഗ്രാവലിനേക്കാളും കുറച്ചുകൂടി ചെറുതായിരിക്കും അല്ലെ? സാൻഡിനേക്കാളും ചെറുതായിട്ടുള്ളത് ഏതാണ്? സിൽട്ട്. സിൽട്ട് ക്ലേന്റെ സാൻഡിന്റെ ഇടയിലായിരിക്കും. അപ്പൊ ഇതിൽ ഏറ്റവും ചെറുത് ഏതാണ്? ചെറിയ സൈസ് ഏതാണ്? ക്ലേ. അപ്പൊ ക്ലേ വന്നിട്ട് നമുക്ക് എത്ര വേണമെങ്കിലും കയ്യിൽ മീൻസ് സാൻഡിനേക്കാളും കൂടുതൽ ക്ലേ നമ്മുടെ കയ്യിൽ പിടിച്ചു വെക്കാനായിട്ട് പറ്റും. അപ്പൊ അതാണ് വന്നിട്ട് സ്പെസിഫിക് ഏരിയ കൂടുതൽ. മനസ്സിലായോ? ഇനി അടുത്തത് വരുന്നതാണ് ഡിഫ്യൂസ് ഡബിൾ ലെയർ ഈസ് പ്രസന്റ് ഇൻ ദ കേസ് ഓഫ് എ ക്ലേ, സാൻഡ്, സിൽട്ട്, ഓൾ ഓഫ് ദി അബോ. നമ്മൾ ഇത് ഡിസ്കസ് ചെയ്തായിരുന്നു അല്ലെ? ഏതായിരിക്കും വരിക? സാൻഡിൽ വരുമോ? വരില്ല. സിൽട്ടിൽ വരുമോ? വരില്ല. ക്ലേയിൽ വരുമോ? വരും അല്ലെ? ക്ലേയിൽ മെയിൻ ആയിട്ട് ഡിഫ്യൂസ് ഡബിൾ ലെയർ ഉണ്ടാവുന്നത് അല്ലെ? ക്ലേയിൽ എന്തായിരിക്കും? ഒരു ഇലക്ട്രിക് ചാർജ് ഉണ്ടായിരിക്കും. ആ ഇലക്ട്രിക് ചാർജ് പോസിറ്റീവും വാട്ടറിലെ നെഗറ്റീവ്, അല്ലെങ്കിൽ സാൻഡിലെ ക്ലേയിലെ നെഗറ്റീവും വാട്ടറിലെ പോസിറ്റീവ് തമ്മിലായിരിക്കും അട്രാക്ട് ആവുന്നത് അല്ലെ? അപ്പൊ എന്താ? ഒരു ലെയർ ഫോം ആവും. അതാണ് ഡിഫ്യൂസ് ഡബിൾ ലെയർ. നെക്സ്റ്റ് വരുന്നതാണ് among the following clay minerals, the mineral which has highest swelling and shrinkage is ഏതായിരിക്കും? കാവോലിനൈറ്റ്. എന്താണ്? കാവോലിനൈറ്റിന് ഷ്രിങ്കേജ് ഉണ്ടോ? ഇല്ല. കുറച്ച് ഷ്രിങ്കേജ് പോലും ഇല്ല അല്ലെ? ഇച്ചിരി പോലും ഇല്ല. അപ്പൊ മെയിൻ ആയിട്ട് ഇത് എന്തിനാ ഉണ്ടാക്കുന്നത്? ചൈന ക്ലേയിലാണ് കാവോലിനൈറ്റ് ഉണ്ടാക്കുന്നത്. ഇല്ലൈറ്റോ? ഇല്ലൈറ്റിന് പൊട്ടാഷ്യം അയോൺസ് കാരണം കുറച്ച് അത് സ്വെല്ലാവും അല്ലെ? അപ്പൊ അതിന് അതാണ് ഇല്ലൈറ്റ്. മോണ്ട് മിനറലൈറ്റ്, മോണ്ട് മൊറിലോനൈറ്റ് ആണെങ്കിലോ? മോണ്ട് മൊറിലോനൈറ്റിന് ഒരുപാട് സ്വെല്ലിങ്ങും ഷ്രിങ്കേജും ഉള്ളതുകൊണ്ട് മോണ്ട് മൊറിലോനൈറ്റ് ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഹാലോസൈറ്റോ? ഹാലോസൈറ്റ് വന്നിട്ട് കാവോലിനൈറ്റിന് സിമിലർ മിനറൽ ആണ് കേട്ടോ. അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ സി ആണ്. നെക്സ്റ്റ് വരുന്നതാണ് ചൈന ക്ലേ ഇസ് ആൻ എക്സാമ്പിൾ. ഇപ്പൊ തന്നെ ഞാൻ ഡിസ്കസ് ചെയ്തായിരുന്നു. ഏതാണ്? കാവോലിനൈറ്റ് അല്ലെ? ബാക്കിയെല്ലാം നമുക്ക് ചൈന ക്ലേ പോലെ ഉണ്ടാക്കാൻ പറ്റുമോ? ഇതെല്ലാം വന്ന് ഒരുപാട് നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് അതിൽ സൈസ് ഇൻക്രീസ് ആവുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇതിൽ ബോത്ത് എ ആൻഡ് ഡി എന്ന് കൊടുത്തിരുന്നെങ്കിൽ നമുക്ക് ആ ഒരു ആൻസർ ആയിരിക്കും അപ്രോപ്രിയേറ്റ് ആയിട്ട് വരുന്നത് അല്ലെ? അത് കൊടുക്കാത്തത് കൊണ്ട് നമ്മൾ കാവോലിനൈറ്റ് ഇട്ടാൽ മതി. ഓക്കെ, കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വന്നിട്ട് കാവോലിനൈറ്റ്. നെക്സ്റ്റ് വരുന്നതാണ് ബോത്ത് അല്ല സോറി ഡ്യൂ ടു റിമോൾഡിംഗ് ഓഫ് ക്ലേ ദ സ്ട്രെങ്ത് എന്തായിരിക്കും? നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത്. ഇൻക്രീസ് ചെയ്യോ? ഇല്ല. റിമെയിൻസ് കോൺസ്റ്റന്റ് ആണോ? അല്ല. കാൺ ബി സെഡ്. അത് ഒരിക്കലും ആ ഒരു ആൻസർ ഇടരുത് കേട്ടോ. കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഇടണം. എന്താണ്? റീമോൾഡിംഗ് ചെയ്യുമ്പോൾ സ്ട്രെങ്ത് ഡിക്രീസ് ആവുകയാണ് ചെയ്യുന്നത് അല്ലെ? അത് ടൈം ബീങ് കുറെ നാൾ കഴിയുമ്പോൾ ആ റീമോൾഡിംഗ് ക്ലേ എന്തായിട്ട് മാറും? എന്താ പറയാ, അത് ഫ്ലോക്കുലേറ്റ് സ്ട്രക്ചർ ആയി സ്റ്റേബിൾ സ്ട്രക്ചർ ആയിട്ട് മാറും അല്ലെ? അപ്പൊ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എ ആണ്. നെക്സ്റ്റ് വരുന്നതാണ് 11th ക്വസ്റ്റ്യൻ. ദ കറക്റ്റ് ഇൻക്രീസിംഗ് ഓർഡർ ഓഫ് സ്പെസിഫിക് സർഫസ് ഏരിയ, ദാറ്റ് ഈസ് സർഫസ് ഏരിയ പെർ മാസ് ഓഫ് ഗിവൺ സോയിൽ ഈസ്. ഇതിൽ ഏതായിരിക്കും വരിക? ഏറ്റവും കൂടുതൽ സർഫസ് ഏരിയ കൂടുതൽ ഏതായിരിക്കും വരിക? വലിയ സൈസ് ഉള്ള സോയിലായിരിക്കും. ഇവിടെ വന്നിട്ട് സാൻഡിനായിരിക്കും ഏറ്റവും കൂടുതൽ വലിയ സൈസ് അല്ലെ? അപ്പൊ അതിന് വന്ന് സ്പെസിഫിക് ഏരിയ എന്തായിരിക്കും? കുറവായിരിക്കും. അതിനേക്കാളും കുറച്ചുകൂടെ കൂടുതൽ സ്പെസിഫിക് ഏരിയ ഏതായിരിക്കും? സിൽട്ടിനായിരിക്കും. ഓക്കെ, ബിക്കോസ് അതിന്റെ സൈസ് കുറവാണ് സാൻഡിനേക്കാൾ. അപ്പൊ സിൽട്ടിനായിരിക്കും സ്പെസിഫിക് സർഫസ് ഏരിയ കൂടുതൽ. അതുപോലെ തന്നെ സിൽട്ട് കഴിഞ്ഞ ഏറ്റവും കൂടുതൽ സ്പെസിഫിക് സർഫസ് ഏരിയ ഏതായിരിക്കും? ക്ലേ ആയിരിക്കും അല്ലെ? അതിലും കൂടുതൽ എന്താ സ്പെസിഫിക് ഏരിയ ഏതായിരിക്കും വരുന്നത്? കൊളോയിഡ്സ്. മീൻസ് ക്ലേനേക്കാളും കുറച്ചുകൂടി ചെറിയ സൈസ് ആണ് കൊളോയിഡ്സ്. ഓക്കെ, അപ്പൊ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വന്നിട്ട് സി ആണ്. ഓക്കെ,
നെക്സ്റ്റ് വരുന്നതാണ് അബ്സോർബ്ഡ് വാട്ടർ എന്താണ് ഇമ്പാർട്ട് ചെയ്യുന്നത്? എന്തായിരിക്കും? പ്ലാസ്റ്റിസിറ്റി ആണോ, ഫ്രിക്ഷൻ ആണോ, ഷിയർ സ്ട്രെങ്ത് ആണോ? ഷിയർ സ്ട്രെങ്ത്തും ഫ്രിക്ഷനും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടില്ല അല്ലെ? അപ്പൊ ഇതിന് അബ്സോർബ്ഡ് വാട്ടർ എന്തായിരിക്കും കൊടുക്കുന്നത്? പ്ലാസ്റ്റിസിറ്റി ആണ് കേട്ടോ. നെക്സ്റ്റ് വരുന്നതാണ് flocculated structure is formed by the attraction of particles and particles have the അല്ലെ? ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വന്നിട്ട് എഡ്ജ് ടു ഫേസ് ഓറിയന്റേഷൻ ആണ്. എഡ്ജ് ടു എഡ്ജ് ഓറിയന്റേഷൻ ചെയ്യാൻ പറ്റുമോ? അത് വന്നിട്ട് ഏതായിരിക്കും? ഡിസ്പേഴ്സ്ഡ് സ്ട്രക്ചർ ആണ് എഡ്ജ് ടു എഡ്ജ് ഓറിയന്റേഷൻ അല്ലെങ്കിൽ ഫേസ് ടു ഫേസ് ഓറിയന്റേഷൻ. ഓക്കെ, നെക്സ്റ്റ് വരുന്നതാണ്, ഇപ്പൊ ക്വസ്റ്റ്യൻ കഴിഞ്ഞോ? ഇല്ല. The correct sequence of plasticity of minerals in the soils in an increasing order. Plasticity increase ചെയ്യുന്നത് മീൻസ് ആ ഒരു സോയിൽ ഇൻക്രീസിങ് ഓർഡർ കറക്റ്റ് സീക്വൻസ് ഏതാന്ന് ചോദിച്ചിരിക്കുക. ഏതായിരിക്കും വരിക? പ്ലാസ്റ്റിസിറ്റി ഇൻക്രീസ് ചെയ്യുന്നത് മീൻസ് ആ ഒരു മിനറൽസിലുള്ള പ്ലാസ്റ്റിസിറ്റി ഇൻക്രീസ് ആവുന്നത് എന്ത് ഇൻക്രീസിങ് ഓർഡറിലാണെന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വന്നിട്ട് എ ആണ്. സിലിക്ക, കാവുലിനൈറ്റ്, ഇല്ലൈറ്റ്, മോണ്ട് മിനറലോനൈറ്റ്. ഓക്കെ, മോണ്ട് മിനറലോനൈറ്റ് ഇല്ല, മോണ്ട് മൊറിലോനൈറ്റ്. ഓക്കെ, ഇനി അടുത്തത് വരുന്നതാണ് ദ പ്രിഡോമിനന്റ് മിനറൽ റെസ്പോൺസിബിൾ ഫോർ shrinkage and swelling in black cotton soil. അത് ഏതായിരിക്കും വരിക? നമുക്കറിയാം, ഒബ്വിയസ്ലി ആൻസർ ഡി ആണ് കറക്റ്റ് കേട്ടോ. നെക്സ്റ്റ് വരുന്നതാണ്, അടുത്ത ക്ലാസ്സിലാണ് നമുക്ക് ഇൻഡെക്സ് പ്രോപ്പർട്ടീസിനെ പറ്റി ഡിസ്കസ് ചെയ്യാം. കാരണം ഇതിൽ നിന്ന് അധികം ഒന്നും ക്വസ്റ്റ്യൻസ് വരത്തില്ല. വരുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ ഞാൻ നിങ്ങൾക്ക് ഓൾറെഡി ഡിസ്കസ് ചെയ്തു കേട്ടോ. താങ്ക് യു ആൻഡ് ഓൾ ദി ബെസ്റ്റ് ഫോർ എക്സാംസ്.